അപ്പൊ നമസ്കാരമുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അത്താണിയിലൊരു മൊബൈൽ ഷോപ്പിലാണ് കേട്ടോ. VTK എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിലാണ്. അപ്പൊ നമ്മളൊരു സാധാരണക്കാരെ, അതായത് ഒരു ആദ്യമായിട്ട് വരുന്നവർക്ക്, കൂടുതൽ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഇല്ലാത്തവർക്ക് ഒരു ഫോൺ എടുക്കണം തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഫോണുകളുണ്ട്, പല മോഡലിലുണ്ട്. അപ്പൊ ഏത് ഫോൺ എടുക്കാന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പൊ കൂടുതലായിട്ട് സാംസങ് ആണ് ക്യാമറകളിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു അഭിപ്രായം ഉണ്ട്. അപ്പൊ സാംസങ്ങിന്റെ ഒരു ഫോൺ അതാ നമ്മുടെ ഒരു സുഹൃത്ത് എടുത്തിട്ടുണ്ട്. ഇതവിടെ ആളതിന്റെ ചെക്കിങ്ങിലാണ് കേട്ടോ. പുതിയ ഫോണാണ്. ഒപ്പം തന്നെ IQന്റെ പുതിയ മോഡലുള്ള ഒരു ഫോൺ നമ്മുടെ മറ്റു സുഹൃത്തിന്റെ കയ്യിലുണ്ട്. ജസ്റ്റ് ആ ഫോൺ കാണിച്ചത്. അപ്പോൾ ഇത് IQന്റെ ഫോണാണ്. ഇതിനൊരു 40,000 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണുണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഇതാ ഈ ഒരു ഫോണുണ്ട്. ഇപ്പൊ ഈ ഒരു ഫോണിന് വന്നിട്ട് 1,33,000 രൂപയുണ്ട്. അപ്പൊ ഇതിന്റെ കമ്പനി അൾട്ര S25 അൾട്ര എന്നാണ്. S25 അൾട്ര ആണ് ഈ ഫോണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഫോണുകളുണ്ടാവും. ഒന്ന് സാംസങ്ങിന്റെ ആണ്, പിന്നെ ഒന്ന് IQ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. അപ്പൊ ഇതിന്റെ വിലകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ റാമും അതുപോലെ തന്നെ GB എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ സാംസങ്ങിന്റെ ഫോണും അതുപോലെ തന്നെ IQ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫോണാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് സാംസങ്ങിന്റെ ഇതുണ്ടല്ലേ, ഇതാണ് ഇതിന്റെ ഒരു മോഡല് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് ഇറങ്ങിയിട്ട് ഒരു ഏകദേശം 2 മാസം അല്ലേ, ഒരു ഏകദേശം 2 മാസം കൃത്യമായിട്ടുള്ള ആയിട്ടുള്ളൂ. അപ്പോൾ 1,30,000 മേലെയാണ് കേട്ടോ ഈ ഒരു ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ പിന്നെ അൾട്രയാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രമാത്രം. നമുക്കിതിനെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒപ്പം തന്നെ നമുക്ക് അതേ ഒരു റേഞ്ചിൽ നിൽക്കുന്ന 40,000 രൂപയുള്ള ഈ ഒരു ഫോണിന് പുതിയൊരു മോഡലാണ് IQ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റാമും GB-കളും ഒന്ന് അന്വേഷിച്ച് നോക്കാം. എത്ര ഇതിന് വരുന്നത്? എത്ര? 12 GB റാം, 256 GB സ്റ്റോറേജ്. ഓക്കെ, 12 GB റാം, 512 GB സ്റ്റോറേജ്. ക്യാമറ വരുന്നത് 200 മെഗാപിക്സൽ, ഇത് 50 മെഗാപിക്സൽ. അപ്പൊ സാംസങ് വരുന്നത് 200 മെഗാപിക്സൽ, IQ വരുന്നത് 50 മെഗാപിക്സൽ ആണല്ലേ. അതിന്റെ സോണിയുടെ ക്യാമറ ആണെന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഇതിന്. ഇത് സോണിയുടെ ക്യാമറയാണ് IQന്റെ അല്ലേ. നമുക്ക് രണ്ടിന്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യില് IQ ഉണ്ട്, സാംസങ്ങിന്റെ ഫോണും ഉണ്ട് കേട്ടാ. അപ്പൊ ഇതിൽ ഏത് ഫോണാണ്, IQ ആണോ സാംസങ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങളൊരു കമന്റ് ആയിട്ട് അറിയിക്കുക ഉപയോഗിക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പൊ താങ്ക് യു.